അടിപ്പോക്കോടെ ഉണ്ടാക്കുവോ? അങ്ങനെ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു ഈവനിങ് റുട്ടീൻ ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. നമ്മുടെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നിവാങ്കുഞ്ഞ് അംഗൻവാടിയിൽ നിന്ന് വന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ഇവിടെ ഇപ്പോൾ എപ്പോഴും മഴയാണ്. ഇടിയും കാറ്റും ഒക്കെ ആയിട്ട് നല്ല മഴയാണ്. ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ചായക്ക് അരി വറുത്തത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ കുത്തരി കഴുകിയിട്ട് ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം മഴ പെയ്യുമ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. കൊഴുക്കട്ടയോ അവൽ നനച്ചതോ അങ്ങനെയൊക്കെ എനിക്ക് ട്രൈ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതാ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു 4 മണി പലഹാരമായി. കട്ടൻ ചായയിൽ ഇടാനായിട്ട് 2 മിൻറ്റ് ലീഫ് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. ചായയും റെഡിയായി, അരി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനും നിവാങ്കുഞ്ഞും കൂടി ഇരുന്ന് ചായ കുടിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അരി വറുത്തതും കട്ടൻ ചായയും കൂടെ കൂടി കഴിക്കാനായിട്ട്. പുറത്ത് മഴ പെയ്ത് തോർന്നു, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കിടക്കുന്ന നേരം ആകുമ്പോഴത്തേക്കും പിന്നെയും ചൂടെടുക്കാൻ തുടങ്ങും കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങയും ശർക്കരയും കൂടെ പൊടിച്ച് വെച്ച അരിക്കകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അവൽ വറുത്തത് റെഡി ആയിട്ടുണ്ട്. നിവാങ്കുഞ്ഞിനുള്ളത് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വാരി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അംഗൻവാടി പോകാൻ തുടങ്ങി. പിന്നെ അതുവരെ ആൾ തന്നെ കഴിക്കുമൊന്നുമില്ലായിരുന്നു. ഞാൻ പുറകെ കുറേ നേരം നടന്നാലാണ് വാരി കഴിക്കുള്ളായിരുന്നു. രാവിലത്തെ ജോലികൾ എളുപ്പമാക്കാനായിട്ട് ഞാൻ രാത്രിയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഒരു നൈറ്റ് റുട്ടീനാണ് എൻ്റെ. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോകുന്നത് ഇനി രാത്രിയിലത്തേന് വേണ്ട ഫുഡ് കുക്ക് ചെയ്യാനാണ് കേട്ടോ. ചോറും കറിയൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മീൻ പൊരിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചണൊക്കെ ഒന്നുകൂടെ റീസെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യാനായിട്ട് എനിക്ക് പ്ലാനുണ്ട്. അപ്പോൾ അടുത്ത വ്ലോഗിൽ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി നമ്മളുടെ അടുക്കള ഞാനൊന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ കിച്ചണിലെ ഈ ഒരു ഏരിയ ഞാൻ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വാൾ സ്റ്റിക്കറാണിത്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ പൊടി വെക്കുന്ന പാത്രങ്ങൾ എല്ലാം ഒന്നുകൂടെ റീസെറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു റീസെറ്റ് ചെയ്യുന്നതിൻ്റെ, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. മുകളിൽ അരിപ്പൊടി, ബസ്മതി റൈസ്, ഗോതമ്പ്, ശർക്കര, പിന്നെ എന്താണ് ഇത് റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ്. ഇത് അല്ലാത്ത ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി. ഇത് ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഈ ബാസ്ക്കറ്റിൻ്റെ പുറമെ ഞാൻ വോൾ സ്റ്റിക്കറാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഓയിൽ, ഹണി, പിന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് വേണ്ടി വരുന്ന ബിരിയാണിക്കൊക്കെ എടുക്കേണ്ടി വരുന്ന എസൻസ്, പിന്നെ പാസ്തയ്ക്കൊക്കെ ഞാനിടുന്ന സോസ്, അതൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ജീരകം, ഉലുവ, കടുക് അതൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു ടിന്നിലാക്കി ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെറ്റിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട റവ, പാസ്ത, അരി
ഈ ഒരു സെക്ഷനിൽ ഞാൻ പൊടി ഐറ്റംസൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് പയറ്, കടല, പരിപ്പ് അങ്ങനെയുള്ള സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ആദ്യം വേണ്ടതൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ടൊരു കുഞ്ഞ് ബുദ്ധനും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ബുദ്ധൻ്റെ അടുത്തൊരു കുഞ്ഞ് ലീഫിൻ്റെ ഒരു ഡെക്കറേഷനും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കത്തി, ഓയിൽ ബോട്ടിൽ, പിന്നെ ഗ്യാസിൻ്റെ ലൈറ്റർ, ഇതെല്ലാം ഇങ്ങനെ വലതുവൈ വശത്തായിട്ട് എടുക്കാൻ പാകത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു മണി പ്ലാന്റ് വേര് മുളയ്ക്കാനായിട്ട് ഞാൻ കപ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതൊരു ഭംഗിയുള്ളത് കാരണം ഞാൻ അങ്ങോട്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സ്പാച്ചുലയുടെ സെറ്റ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. മീഷോയിൽ ഇത് അവൈലബിൾ ആണ്, നല്ല റേറ്റും കുറവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചപ്പാത്തി പലക, ചപ്പാത്തി കോല് അതെല്ലാം ആ ഒരു സൈഡിലും വെച്ചിട്ടുണ്ട്. ഇനി വാ നമുക്ക് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കേരമീനാണ്, മുള്ളില്ലാത്ത മീനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഞാൻ മീൻ മൊത്തത്തിലൊന്ന് ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കാനായിട്ട് തിരുമ്മി എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ പൊരിക്കുന്നുള്ളൂ. പൊരിക്കാനുള്ള മീനിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ കറി വെക്കാനുള്ള മീനാണ് ഈ ചോറ്റുപാത്രത്തിനകത്താക്കി ഫ്രീസറിലേക്ക് വെക്കുന്നത്. പൊരിക്കാനുള്ള മീനിനകത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല ഇട്ട് മീൻ മറക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, നല്ല രുചിയാണ്. ഇത് ശരിക്കും കൃഷ്ണയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു ദിവസം കൃഷ്ണ മീൻ പൊരിച്ചപ്പോഴത്തേക്കും മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആളെന്നോട് പറഞ്ഞു ഗരം മസാലയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണെന്ന്. അപ്പോൾ അതുപോലെയാണ് പിന്നെ ഇവിടെ വറക്കാറുള്ളത്. അങ്ങനെ മീൻ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് നിവാങ്കുഞ്ഞിൻ്റെ കുക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അംഗൻവാടി വിട്ട് നിന്ന് കഴിഞ്ഞാൽ ചപ്പാത്തിക്കോലും പലകയൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കലും അപ്പം ചുടലൊക്കെയാണ് കേട്ടോ പരിപാടി. അപ്പം ഞാൻ ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിടുന്നുണ്ട്. പിന്നെ നിവാങ്കുഞ്ഞിനെ കിടത്തി ഉറക്കി കേട്ടോ. നിവാങ്കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകാനായിട്ട് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അവൻ എപ്പോഴും വന്ന് വിളിച്ചുകൊണ്ടിരിക്കും. വെള്ളമൊക്കെ ഇങ്ങനെ താഴെ ചാടി കിടക്കുന്ന കാരണം ചിലപ്പോൾ അതിൽ തെന്നി വീഴും. അത് കാരണം നിവാങ്കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് ഞാൻ കിച്ചൺ ക്ലീനിങ് ചെയ്യാറുള്ളൂ കേട്ടോ. അംഗൻവാടിയിൽ ആളങ്ങനെ കിടന്നുറങ്ങാറില്ല കേട്ടോ. അതുകൊണ്ട് രാത്രി നേരത്തെ കിടന്നുറങ്ങിക്കോളും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ചെയ്യും. ഇത് എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ സിങ്കേരിയൊക്കെ ഞാൻ ഇതുപോലെ ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ സിങ്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അഴുക്കിരിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോൾ ഈ സിങ്ക് തേച്ച് കഴുകാനായിട്ട് ഞാനൊരു സ്ക്രബ്ബർ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പൈപ്പും കൂടി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ രാത്രിയിൽ നമ്മൾ തേച്ച് കഴുകി ഇടുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും കിച്ചൺ നല്ല ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ. നമുക്ക് രാവിലെ വന്ന് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ ഇങ്ങനെ രാത്രിയിൽ കിച്ചൺ ക്ലീൻ ചെയ്തിടുന്നത്. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നാളത്തേനുള്ള അപ്പത്തിന് അരയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ പച്ചരിയും തേങ്ങയും കുറച്ച് തണുത്ത ചോറും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അപ്പത്തിന് അരയ്ക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഈസ്റ്റും കൂടി ഇടുവേ. ഇപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ട്രൈപോഡ്. നമ്മുടെ ട്രൈപോഡ് വലുത് പൊട്ടിപ്പോയായിരുന്നു. ഓൾറെഡി അത് പൊട്ടിയിരിക്കുന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊട്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു കുഞ്ഞ് ട്രൈപോഡായിരുന്നു കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ട്രൈപോഡ് ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫോണിൻ്റെ വെയിറ്റ് കാരണം താഴെ ചാടി. അപ്പോൾ ദാ അപ്പത്തിന് ഞാനിവിടെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ +1 +2 പഠിക്കുമ്പോഴും അപ്പത്തിനൊക്കെ ഇങ്ങനെ അരയ്ക്കുമായിരുന്നു. ചിലപ്പോൾ ഞാൻ രാത്രി 12 മണിക്കൊക്കെ അപ്പത്തിന് അരയ്ക്കും കേട്ടോ. അപ്പോൾ എന്നെ വഴക്ക് പറയുമായിരുന്നു ചാച്ചായി. ഈസ്റ്റ് ഇടുന്ന കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സമയത്ത് അരച്ചാലും രാവിലെ ആകുമ്പോഴത്തേക്കും അപ്പം നന്നായിട്ട് പുളിച്ചിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്ന കാരണം അപ്പം പാകത്തിനെ പുളിച്ചിരിക്കുള്ളൂ. ഒരുപാട് പുളിയും വരാറില്ല കേട്ടോ ഞാൻ അരയ്ക്കുന്ന അപ്പത്തിന്. അപ്പോൾ എന്തായാലും അപ്പത്തിന് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ കുഴച്ച് വെക്കണം കേട്ടോ. എങ്കിലാണ് അത് പാകത്തിന് നന്നായിട്ട് പുളിച്ച് വരുള്ളൂ. എന്നാൽ ഒത്തിരി പൊങ്ങി പോകാറുമില്ല കേട്ടോ. കൈകൊണ്ട് തന്നെ വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അപ്പത്തിനൊക്കെ കുഴച്ച് വെച്ചു. ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ലവ് യു ഓൾ.